കേരള കോൺഗ്രസ് അനിവാര്യമല്ല എന്ന UDF കോട്ടയം ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യു. ജില്ലയിൽ UDF ഭദ്രമാണ്. ജില്ലയിലെ മുന്നണി നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശം ആവശ്യപ്പെടുന്നില്ല എന്നും ഫിൽസൺ മാത്യു പറഞ്ഞു. UDF ഇപ്പോൾ വളരെ ഭദ്രമാണ് കോട്ടയം ജില്ലയിൽ. 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലെ പല മേഖലകളിലും UDFിലെ കക്ഷികൾ തമ്മിൽ മത്സരിച്ചിരുന്നു. കക്ഷികൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നു, റിബലുകളുണ്ടായിരുന്നു. ഇത്തവണ നിങ്ങൾക്ക് ഒരിടത്തുനിന്ന് പോലും തരി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സന്നദ്ധമാണ്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ചർച്ചകളിൽ അതില്ല. കേരള കോൺഗ്രസ് എമ്മെന്നോ മറ്റൊരു പാർട്ടിയെന്നോ ഒന്നും ചർച്ച ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം ജില്ലയിലല്ല. ജില്ലാ UDFന് അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. ജില്ലാ UDF അതിനെ ആവശ്യപ്പെടുന്നുമില്ല. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, കോട്ടയത്ത് എല്ലാ കാലത്തും കോൺഗ്രസും കേരള കോൺഗ്രസ് മാണി വിഭാഗം തമ്മിൽ ഈ പ്രശ്നമുണ്ടായിരുന്നു. ആർക്കാണ് കൂടുതൽ പ്രാതിനിധ്യം വേണ്ടത് എന്നതിൽ തർക്കമുണ്ടായിരുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് പോയ ശേഷം ഉണ്ടായിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം, അപ്പോൾ അവരില്ലാതെയും വിജയിക്കാമെന്നുള്ള ആത്മവിശ്വാസം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാക്കിയിരിക്കുന്നു എന്നല്ലേ? അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ വിളിക്കേണ്ടതില്ല എന്ന് ജില്ലാ നേതൃത്വം പരസ്യമായി തന്നെ പ്രതികരിക്കുകയാണ്. ഇത് നേതൃത്വത്തെ തന്നെ അറിയിക്കുമെന്നാണ് അവർ പറയുന്നത്. സ്മൃതി, കൃത്യമായി തന്നെ വലിയ ആത്മവിശ്വാസം കോട്ടയത്തെ UDFനുണ്ട്. കാരണം വലിയ വിജയം, അതായത് 2010 ഒരു ചരിത്ര വിജയമായിരുന്നു കോട്ടയത്ത് UDF നേടിയത്. അന്ന് അതിനേക്കാൾ വലിയൊരു നേട്ടത്തിലേക്ക് ഇത്തവണ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കേരള കോൺഗ്രസ് എമ്മില്ലെങ്കിൽ പോലും സാധിക്കുമെന്ന് എത്തിയതോടുകൂടി തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശം വേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് ജില്ലാ നേതൃത്വം കോൺഗ്രസിനായാലും ശരി UDFനായാലും ശരി പൊതുവിലുള്ളതെന്നാണ്. പക്ഷേ ഈ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് അവരെന്തായാലും പറയുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം വരണമെന്നൊരു ആവശ്യമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒപ്പം നിൽക്കും. സംസ്ഥാന നേതൃത്വം എന്തെങ്കിലുമൊക്കെ ആവശ്യം, ഇത് ഞങ്ങളല്ല അതിൽ തീരുമാനമെടുക്കുന്നത്, കേരള കോൺഗ്രസ് എം വരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ജില്ലാ ഘടകങ്ങളല്ല, സംസ്ഥാന നേതൃത്വങ്ങളാണ്. അത്തരം സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ആ അഭിപ്രായം പറയും എന്ന കാര്യമാണ് എന്തായാലും UDF കൺവീനർ കൂടിയായിട്ടുള്ള ഫിൽസൺ മാത്യു വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇവിടെ ശക്തമായി മോൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു കേരള കോൺഗ്രസ് എന്ന പാർട്ടിക്ക് പ്രസക്തിയില്ല അല്ലെങ്കിൽ ജില്ലയിൽ വലിയ സ്വാധീനമില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ മോൻസ് പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഫിൽസൺ മാത്യു കൂടി ഇത്തരത്തിൽ മുന്നണിയിലേക്ക് ചർച്ചകളില്ല അല്ലെങ്കിൽ അനിവാര്യമല്ല എന്ന നിലയിലുള്ള ഒരു പ്രതികരണം എന്തായാലും നടത്തിയിരിക്കുന്നത്. എന്തായാലും കോട്ടയത്തെ പ്രാദേശിക ഘടകങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ UDFനുള്ളിൽ കേരള കോൺഗ്രസ് വരുന്നതിന് വലിയ താല്പര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളടക്കം നടത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ പ്രതികരണം ചോദിച്ചപ്പോൾ പക്ഷേ അധികം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ UDF ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ UDF നേതൃത്വത്തിന് അത്തരം ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വരണം എന്നൊരു ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മൃതി, ശരി, അഖിൽ കെയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തന്നെ LDFൽ ഉറച്ചു നിൽക്കും എന്നുള്ള കാര്യം അറിയിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്.